ഞാൻ എന്റെ ഉമ്മത്തികളിൽ ഒരാളെ കണ്ടു യത്തഖി ശററൻ നാരി വവഹ്ജഹാ ബിയദിഹി അൻ വജ്ഹിഹി. നരകത്തിന്റെ തീ ഇങ്ങനെ മുഖത്ത് വരുന്നുണ്ട്, തീ തട്ടാതിരിക്കാൻ കൈകൊണ്ട് ഇങ്ങനെ തീ തടയുന്നുണ്ട്, കൈകൊണ്ട് തട്ടിമാറ്റുന്നുണ്ട്. നരകത്തിന്റെ ജ്വാലകൾ മുഖത്ത് വരുമ്പോൾ കൈകൊണ്ട് മുഖത്ത് തട്ടല്ലേ എന്ന് വിചാരിച്ച് കൈകൊണ്ട് തീ തട്ടിമാറ്റുന്നുണ്ട്. فجاءته صدقته فصارت سترا على وجهه وظلا على رأسه. അപ്പോഴാണ് അവൻ ചെയ്ത സ്വതക്ക ഓടി വരുന്നത്, ദാനധർമ്മം സ്വതക്ക ഓടി വരുന്നു. فصارت سترا على وجهه, അവന്റെ മുഖത്ത് അതൊരു മറയായി നിൽക്കുകയും وظلا على رأسه, തലയിൽ അതൊരു തണലായി മാറുകയും ചെയ്തു. മുഖത്ത് അത് മറയായി വന്നു. എന്തേ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വല്ലതും ചോദിച്ചപ്പോ ഒരു 5 ദിർഹം കൊടുത്തിരുന്നു, ഒരു 10 ദിർഹം കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട കുട്ടിയെ സഹായിച്ചിട്ടുണ്ട്, ഒരു കല്യാണത്തിന് ഒരാളെ സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു കൂട്ടിയ സ്വതക്കകൾ ആ മനുഷ്യന്റെ മുഖം നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഓടി വരുന്നതും അയാളെ രക്ഷിച്ചതും ഞാൻ കണ്ടു എന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വതക്ക ചെയ്യ മുഅ്മിനീങ്ങളെ, അല്ലാഹു സഹായിക്കുമാറാകട്ടെ. എല്ലാവരും ശമ്പളം കിട്ടും, എന്ത് ചെയ്യാ? 1000 രൂപയാണ് ശമ്പളം എന്ന് വിചാരിക്കുക. അപ്പൊ അതിലിപ്പോ 100 രൂപ കൊടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല. എന്നാ ഒരു 10 ദിർഹം ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ, പാവപ്പെട്ടവർ ഇവിടെ ഉണ്ടാവും, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ കൊടുത്തേക്കാം. നിങ്ങൾ അയാളും അള്ളാഹു നിങ്ങൾ പറഞ്ഞാൽ മതി, അങ്ങനെ സ്വകാര്യമായിട്ട് കൊടുക്കില്ല. 2000 രൂപ ശമ്പളം ഉണ്ട്, കുറച്ച് കൂട്ടി കൊടുക്കാൻ പറ്റും, ഒരു 50 ദിർഹം കൊടുക്കാൻ പറ്റും, എന്നാൽ കൊടുത്തേക്കും. ശമ്പളം കിട്ടിയ അതിന് ഒരു സ്വതക്ക കൊടുക്കാത്തൊരു സംഗതി വരരുത്. ഒരു ശമ്പളം കിട്ടി, നമുക്കൊരു ലാഭം കിട്ടി, കച്ചവടത്തിൽ ലാഭം ഉണ്ടായി, അൽഹംദുലില്ലാഹ്, ഒരംശം അതിൽ നിന്ന് എന്ത് ചെയ്യണം? സ്വതക്കക്ക് പോകണം. എന്നല്ല മുഴുവൻ ഞാൻ എന്റെ കുട്ടിയേക്കും അങ്ങനെ ആവരുത്. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ബറക്കത്ത് അള്ളാഹു എടുത്തു കളയും. ഒരല്പം സ്വതക്കക്ക് മാറ്റി വെക്കുക. അത് നിങ്ങളും പഠിച്ചോന്ന് പറഞ്ഞാൽ മതി, ആരോടും പറയണ്ട. സ്വതക്ക ചെയ്യണം, മറന്നു പോകരുത്. അപ്പോഴേ കിട്ടുന്ന പൈസയിൽ ബർക്കത്തുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തികയില്ല. ഈ തികയാതിരിക്കുന്നത് സ്വതക്ക ചെയ്യാത്തത് കൊണ്ടാണ്. പുഷ്കന്മാരൊക്കെ ആണെങ്കിൽ ആദ്യം 5 രൂപ കൊടുക്കുക, ആദ്യം ഒരു 50 കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ആദ്യം 5 കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അൽഹംദുലില്ലാഹ്. നാട്ടിലേറെ നമ്മൾ പ്രവാസികളായ ആളുകളൊക്കെ നല്ല ജനറസ് ആണ്, വളരെ കൂടുതൽ ജനറോസിറ്റി കൂടുതലാണ്, നല്ല ദാനധർമ്മത്തിന് വലിയ വലിയ സംഘം. ഈശ്വരി സാഹിബ് പോലെ, നമ്മുടെ മൂസാജി, അങ്ങനെ സ്ഥിരം ഇവരൊക്കെ ഇപ്പോൾ എല്ലാ ആൾക്കാരും ചെന്ന് ചോദിക്കുന്നവരാണ്. വാരിക്കോരി കൊടുക്കുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ. നമ്മൾ മുസ്ലിമുകൾ കൊടുക്കണ പോലെ ദാനം ചെയ്യാൻ വേറുള്ളവർക്ക് കഴിയില്ല. അവരത് ചിന്തിക്കൂല, കാരണം എന്താ പൈസ നഷ്ടപ്പെടുത്തുന്നു. നമ്മളത് പോയാൽ നാളത്തേക്ക് സ്വതക്കയാണല്ലോ, നാളത്തേക്കൊരു വലിയ മുതൽക്കൂട്ടാണല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ സാധാരണക്കാരായ ആളുകൾ എത്രയാ ചെയ്യുന്നത്? എത്ര നമ്മുടെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ നാട്ടിൽ വളർന്നത് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ചെറിയ ചെറിയ 10, 20, 50, 100ഒക്കെയാണ്. അപ്പോ ഈ സ്വതക്കകളൊക്കെ നമുക്ക് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നാളെ മഹ്ശറയിലേക്ക് അള്ളാഹുവിന്റെ തീയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി സ്വതക്കകൾ ഓടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സാലറി കിട്ടുമ്പോൾ എന്ത് ചെയ്യാം? ഒന്ന് നിയത്ത് ചെയ്യുക. സാലറി കിട്ടാനായോ? ഒന്ന് എത്ര? 24, 25, 24 ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലാഹു അതെ ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു അതൊക്കെ എളുപ്പമാക്കി തരട്ടെ. ഈ കമ്പനി മൊത്തം ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസും പ്രയാസങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. കുറെ ആൾക്കാർ കച്ചവടക്കാർക്ക് കിട്ടാനുള്ളതെന്ന് കിട്ടിയാൽ മതിയായിരുന്നു, വേറൊന്നും അത്യാഗ്രഹമൊന്നും ഇല്ലായിരുന്നു, അത് കിട്ടിപ്പോന്നാൽ തന്നെ എന്റെ പ്രാരാബ്ദം തീരുമായിരുന്നു. കണ്ടോ, എനിക്ക് കിട്ടേണ്ട ശമ്പളം ഒന്ന് കിട്ടിയാൽ മതി, വേറെ ഒന്നും ഏറെ വേണ്ട, ഒരു ഇൻക്രിമെന്റും വേണ്ട, ഒന്നും വേണ്ട, ഒരു കമ്മീഷനും വേണ്ട, എനിക്ക് ആ ശമ്പളം കിട്ടിപ്പോന്നാൽ മതിയായിരുന്നു. ഇപ്പൊ ഒരാൾ പറഞ്ഞു, അതുപോലെ മെസ്സേജ് അയച്ചു തോന്നുന്നു. അള്ളാഹു നമ്മുടെ സുഹൃത്ത്, അതെ 6-7 മാസമായിട്ട് ഇപ്പൊ ശമ്പളം തന്നെ ഇല്ല. എന്തൊരു പ്രയാസമായിരിക്കും. അള്ളാഹു അതൊക്കെ എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ മുതലാളിമാർക്കുള്ള കൊടുക്കണം, അപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. അവർക്ക് കൊടുക്കണം, നമുക്ക് തരാനുള്ള മനസ്സും കൊടുക്കണം. ഇത് രണ്ടും അള്ളാഹു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ സ്വതക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പ്രയാസം വന്ന് ബേജാറാവണ്ട. അത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അത് അള്ളാഹു തആല നിങ്ങളോട് ഇഷ്ടം തോന്നിയത് കൊണ്ട്, ഒരൽപ്പം നുള്ളൂല സ്നേഹം കൊണ്ട്, ആ ഒരു നുള്ളലാണ്. അതൊക്കെ സഹിക്കാം, സാരമില്ല ഇൻഷാ അല്ലാഹ്. ഇന്ന് വഴി അള്ളാഹു എളുപ്പമാക്കി തരും. അപ്പൊ സ്വതക്ക ചെയ്യാൻ മറക്കരുതേ. അള്ളാഹു